നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ബേസിക്കലി ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ തിങ്സ് ആർ ഈസി. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇതുവരെ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് നമ്മൾ എടുക്കും, അതുപോലെ തന്നെ കമ്പനി, LLP എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അവിടെയൊക്കെ മെയിൻ അവരുടെ പർപ്പസ് പറഞ്ഞാൽ ദേ ആർ പ്രോഫിറ്റ് മേക്കിംഗ് കൺസേൺ. അപ്പോൾ പ്രോഫിറ്റ് മേക്കിംഗ് കൺസേൺ ആവുന്ന സമയത്ത് അവിടുത്തെ ഒരു ഓറിയൻറ്റേഷൻ എന്താണ്, ഡിഫറൻ്റ് ആണ് അല്ലേ. ഒരു ലാഭം ഉണ്ടാക്കുക എന്നുള്ള സംഭവമാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരുടെ എയിം എന്ന് പറഞ്ഞാൽ ഒരു നോൺ പ്രോഫിറ്റ് മോട്ടീവ് അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്ന രീതിയിലുള്ളൊരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്ന രീതിയിലുള്ളൊരു ഗോൾ വെച്ചാണ് ആക്ച്വലി ആര് വർക്ക് ചെയ്യുന്നത്, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ക്ലബ്ബ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു റിലീജിയസ് ഓർഗനൈസേഷൻ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ടെമ്പിൾ, ചേർച്ച്, അതുപോലെ തന്നെ പള്ളികൾ, ഇവരൊക്കെ ഉദ്ദേശം എന്താ, റിലീജിയൻ പ്രൊമോട്ട് ചെയ്യുക, റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആളുകളെ സെർവ് ചെയ്യുക. ഇതൊക്കെയാണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ അജണ്ട. അല്ലാതെ അവർ ലാഭം ഉണ്ടാക്കുന്നൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ക്ലബ്ബ്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബൊക്കെ ഉണ്ട്. ആ നാട്ടിലെ കലാപരമായ, ആർട്ട്പരമായിട്ടുള്ള, സ്പോർട്സ് പരമായിട്ടുള്ള കഴിവുള്ള ആളുകളെ ഉയർത്തി കൊണ്ടുവരിക, അല്ലെങ്കിൽ ആളുകളെ എൻ്റർടൈൻ ചെയ്യുക, അങ്ങനെ പർപ്പസാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓർഫനേജ്, ഓൾഡ് ഏജ് ഹോംസ്. അപ്പോൾ ഇവരൊക്കെ ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷേ അവർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് മോട്ടീവ് അല്ല, മറിച്ച് വേറെ ഏതെങ്കിലും ഒരു യൂസ്ഫുൾ ഒബ്ജക്റ്റാണ് അവർ ഒബ്ജക്റ്റീവായിട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഓർഗനൈസേഷനാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ സാധാ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിൽ പ്രധാനമായിട്ടും അവരെ ഓറിയൻറ്റേഷൻ, പർപ്പസ് തന്നെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇഫ് യു സ്റ്റാർട്ട് എ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, LLP, കമ്പനി അങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ആക്ച്വലി ഒരു ബിസിനസ്സാണ്. ബിസിനസ് മീൻസ് എനി ആക്ടിവിറ്റി ക്യാരിഡ് ബൈ എ പേഴ്സൺ വിത്ത് ആൻ എയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് എന്നാണ് പറയുക. ബിസിനസ് പറഞ്ഞാൽ ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി പറഞ്ഞാൽ ട്രേഡിംഗ് ആവാം, പ്രൊവൈഡിങ് സർവീസ് ആവാം, അതുപോലെ തന്നെ ഏതാവാം, മാനുഫാക്ചറിങ് ആവാം. ഇക്കണോമിക് ആക്ടിവിറ്റി ഈസ് ക്യാരിഡ് ഔട്ട് ബൈ എ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ആയിരിക്കാം എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ, പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അതുപോലെ തന്നെ അത് കണ്ടിന്യൂസ് ബേസിസിൽ നമ്മൾ ചെയ്യും. അതാണ് ബിസിനസ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ബിസിനസ് നിങ്ങൾ ഈ രീതിയിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് വിത്ത് റെസ്പെക്ട് ടു എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇവർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തല്ല, പ്രോഫിറ്റ് മേക്കിംഗ് ആണോ, അല്ല. ഇൻസ്റ്റെഡ് വേറെ ഏതെങ്കിലും ഒരു യൂസ്ഫുൾ ഒബ്ജക്റ്റാണ് അവരുടെ ഒബ്ജക്റ്റീവ്. വേറെ ഏതെങ്കിലും ഒരു യൂസ്ഫുൾ ഒബ്ജക്റ്റീവാണ് അവർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യൂസ്ഫുൾ ഒബ്ജക്റ്റാണ് അവരുടെ മൈൻഡിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ സാധാരണ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനൊക്കെ ഫോം ചെയ്യുക എയ്തർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടോ ഓർഫനേജ് ഒക്കെ ആയിട്ടാണ് ഉണ്ടാവുക. ചാരിറ്റബിൾ ട്രസ്റ്റ്, ഓർഫനേജ്, ക്ലബ്ബ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എക്സാമ്പിളാണ്. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനൊക്കെ ഫോം ചെയ്യുക സെക്ഷൻ 8 കമ്പനി ആയിട്ട് ഫോം ചെയ്യുക. സാധാ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, 1% കമ്പനി അതല്ല, സെക്ഷൻ 8 കമ്പനി. സെക്ഷൻ 8 കമ്പനി ആയിട്ട് നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫോം ചെയ്യാം. സൊസൈറ്റി ആയിട്ട് നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫോം ചെയ്യാം. സഹകരണ സംഘം എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലെ പള്ളി, അമ്പലങ്ങളൊക്കെ ഒന്നെങ്കിൽ സൊസൈറ്റികളേക്കാരം അല്ലെങ്കിൽ ട്രസ്റ്റുകളേക്കാരം. ട്രസ്റ്റൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ, ഈ ട്രസ്റ്റൊക്കെ എന്താണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു ഐഡിയ കിട്ടും. സാധാരണ ബിസിനസ്സാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. നിങ്ങൾക്ക് LLP ആയിട്ടൊരു ട്രസ്റ്റിനൊന്നും ഫോം ചെയ്യാൻ പറ്റില്ല. കാരണം LLPൻ്റെ എയിം എന്താണ്, പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അപ്പോൾ ട്രസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് ഈ 3 രീതിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സെക്ഷൻ 8 കമ്പനി ആയിട്ടോ, സൊസൈറ്റി ആയിട്ടോ, അല്ലെങ്കിൽ ട്രസ്റ്റൊക്കെ ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു മെയിൻ ഓറിയൻറ്റേഷൻ. അപ്പോൾ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് സാധാരണ അക്കൗണ്ടിങ് സൈക്കിൾ അറിയാം. എന്താ അക്കൗണ്ടിങ് സൈക്കിൾ പറഞ്ഞാൽ, വിത്ത് റെസ്പെക്ട് ടു അക്കൗണ്ടിങ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, റെക്കോർഡിങ് ചെയ്യും ജേണലിൽ, ക്ലാസിഫിക്കേഷൻ ചെയ്യും ലെഡ്ജറിൽ, സമ്മറൈസേഷൻ ചെയ്യും ട്രയൽ ബാലൻസിൽ, എന്നിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും എന്തിനു വേണ്ടിയിട്ട്, റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനം ഇതാണ് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ സംഭവിക്കുന്നത് അല്ലേ. ഇതാണ് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ സംഭവിക്കുന്നത്. പിന്നെ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനിൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുക, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യുക, വിൽ ബി പ്രിപ്പയറിംഗ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതെല്ലാം പ്രിപ്പയർ ചെയ്യൂലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് കം ടു എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ജേണൽ നമ്മൾ ചെയ്യും ഇതേപോലെ തന്നെ, ലെഡ്ജർ നമ്മൾ ചെയ്യും ഇതേപോലെ തന്നെ, സമ്മറൈസേഷൻ ട്രയൽ ബാലൻസിൽ ചെയ്യും അതേപോലെ തന്നെ. FS പ്രിപ്പയർ ചെയ്യുമ്പോൾ സം ഡിഫറൻസസ് വിൽ ബി ദർ. അപ്പോൾ ആകെ നമുക്ക് പഠിക്കാനുള്ളത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വേറെ ജേണൽ, അതുപോലെ തന്നെ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനിൽ വേറെ ജേണൽ, അങ്ങനെയൊന്നും കൺസെപ്റ്റ് ഇല്ല. അങ്ങനെയൊന്നും കൺസെപ്റ്റ് ഇല്ല. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഉള്ള ജേണലും ലെഡ്ജറും ട്രയൽ ബാലൻസും തന്നെയാണ് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബോത്ത് ആർ സെയിം. പക്ഷേ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനും തമ്മിലുള്ള
മേജർ ഡിഫറൻസ് പറഞ്ഞാൽ എവിടെയാണ് വിത്ത് റെസ്പെക്ട് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എടാ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കോമ്പോണൻസ് ആയിട്ട് ട്രേഡിംഗ്, P&L, ബാലൻസ് ഷീറ്റ് ഒക്കെ ആണെങ്കിൽ ഇവിടെ വേറെ കോമ്പോണൻസ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പോണൻസ് ആണ് ഏതൊക്കെ അറിയോ? FSൻ്റെ കോമ്പോണൻസ് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ആരുണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻസർ അക്കൗണ്ട് ഉണ്ട്, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ ഇതുണ്ട് ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഏതൊക്കെ ഉള്ളത്? ഇൻകം ആൻഡ് എക്സ്പെൻസർ അക്കൗണ്ട്, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെയുണ്ട്? ബാലൻസ് ഷീറ്റ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എവിടെ മാത്രമാണ്? നമ്മുടെ FSൽ. അപ്പോൾ ഈ ചാപ്റ്ററിൽ NPO എന്നുള്ള ചാപ്റ്ററിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ എന്തുണ്ടാക്കുക? FS ഉണ്ടാക്കുക. ജേണലും ലെഡ്ജറും ട്രയൽ ബാലൻസും ഒന്നും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. വൈ ഇറ്റ് ഈസ് സോ? എടാ അത് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും എന്താണ്? സെയിം ആണ്. ഐ ഹാവ് സീൻ മെനി സ്റ്റുഡൻസ് ഒരു NPO എന്തോ ഒരു സാധനം പോലെ കാണുന്നത്. എടാ അങ്ങനെ ഒന്നുമില്ല. ഐ ടോൾഡ് യു വാട്ട് ഈസ് ആൻ NPO. NPOയിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു? NPOത്തെ ഒരു ഓറിയൻറ്റേഷനും NPOയിലുള്ള ജേണൽ ലെഡ്ജർ ട്രയൽ ബാലൻസും അതുപോലെ തന്നെ നോർമലുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ജേണൽ ലെഡ്ജർ ട്രയൽ ബാലൻസും എല്ലാം സെയിം ആണ്. ഓൺലി ഡിഫറൻസ് ഈസ് എവിടെ ഡിഫറൻസ് ഉള്ളൂ? FSൽ ഇവരുണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ട്രേഡിംഗ്, P&L, ബാലൻസ് ഷീറ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ എടാ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്തായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക? ബാലൻസ് ഷീറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻസർ, അതുപോലെ തന്നെ ഇത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്. ഐ റിപ്പീറ്റ്, ബാലൻസ് ഷീറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻസർ, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്. സോ ദിസ് ചാപ്റ്റർ ഈസ് ഫുൾ ഓഫ് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അത് ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾക്ക് അറിയാത്ത ആരെ മാത്രമേ ഉള്ളൂ? ഇൻകം ആൻഡ് എക്സ്പെൻസറിയും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റും. ഈ ഇൻകം ആൻഡ് എക്സ്പെൻസർ ആരെ മാതിരിയാണ്? P&L പോലെയാണ്. എടാ ഇൻകം ആൻഡ് എക്സ്പെൻസർ P&L പോലെയാണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻസർ എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ടാണ്. ഇൻകം ആൻഡ് എക്സ്പെൻസർ നമ്മൾ ആരെ റെക്കോർഡ് ചെയ്യുക? ഇൻകത്തിന് റെക്കോർഡ് ചെയ്യും, എക്സ്പെൻസിന് റെക്കോർഡ് ചെയ്യും. ഇൻകത്തിന് എന്ത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഇൻകം മൊത്തം ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസിന് ഏത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസ്. സൂപ്പർ. ഇൻകം എക്സ്പെൻസിനേക്കാളും കൂടുതലാണ്. അപ്പോൾ പ്രോഫിറ്റ് ലോസാ? പ്രോഫിറ്റ്. എടാ പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ പറയാം സർപ്ലസ് എന്ന് പറയാം. കാരണം നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് അല്ലല്ലോ. അപ്പോൾ പ്രോഫിറ്റ് പേര് മാറ്റുമെന്ന് പറയാം. ഓക്കെ. അതേപോലെ നിങ്ങളെ വീട്ടിൽ വിളിക്കുന്ന പേരല്ലല്ലോ, നിങ്ങളെ ഗ്യാങ്ങിൽ നിങ്ങൾ വിളിക്കുക. അതേപോലെ തന്നെ. ഓക്കെ. അപ്പോൾ മറ്റേ നിങ്ങളെ വീട്ടിൽ തക്കുടു, മറ്റേ ഗ്യാങ്ങിൽ ഫ്രീക്കോ. ഓക്കെ. അതേപോലെ യെസ്, ദാറ്റ് ഇസ് ദ എക്സാമ്പിൾ. ദെൻ അപ്പോൾ ലൈക്ക് എന്താ പറയുക, നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് നമ്മുടെ എന്താ പറയുക ഇതാണ് കേസ്. സെറ്റാണല്ലോ? എടാ ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ഞങ്ങളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ മറ്റേ ഓണപ്പരിപാടിക്ക് പോയി. അപ്പോൾ ഇവൻ അവിടെ കോളേജിൽ സീനിയർ അണ്ടർ ഓഫീസർ കഴിഞ്ഞു, NCCൻ്റെ ഒക്കെ പക്ക ഫുൾ. അപ്പോൾ ഇവൻ ഭയങ്കര നമ്മളൊക്കെ ഭയങ്കര വാല്യൂലൊക്കെ ഫുൾ ഒരു ലെവൽ വന്നിട്ട് ആൾ നിൽക്കുള്ളൂ. ഇവൻ്റെ വീട്ടിൽ ഓണത്തിന് ഫുഡ് കഴിക്കാൻ പോയിട്ട് മറ്റേ ഞങ്ങളിങ്ങനെ കയറിച്ചില്ല എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പോൾ ഇവൻ്റെ അമ്മ കിച്ചണിൽ നിന്ന് പറഞ്ഞു കിങ്ങിണിയെ ഇവർക്ക് വെള്ളം കൊടുത്തായിരുന്നു. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ ഇവനെ വിളിക്കുന്ന പേര് കിങ്ങിണിയാണ്. ഞങ്ങളെല്ലാവരും ഇറങ്ങി ഓടി. എന്നിട്ട് മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് ഫുൾ ചിരിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് വന്നത്. അതോടുകൂടി ഇവൻ്റെ കംപ്ലീറ്റ് വില പോയി. അപ്പോൾ നമ്മളെ ഇടയിൽ ഒരു ഇതായിരിക്കും, അവിടെ വേറെ ഇതായിരിക്കും. യെസ്. അപ്പോൾ നെക്സ്റ്റ് വൺ ആണ് R&P. എടാ R&P. അപ്പോൾ R&P ആരെ പോലെ അറിയോ? R&P ഇസ് ലൈക്ക് ക്യാഷ് ബുക്ക്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ത്രൂ ഔട്ട് ഇതൊക്കെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണോ? എടാ ക്ലിയർ ആണോ? സോ ലെറ്റ്സ് ഡിസ്കസ് ഈച്ച് ആൻഡ് എവറി കോമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ.